കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം കയറ്റുമതി ചെയ്യാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പിട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ത്യയുടെ ഊർജ മേഖലയ്ക്ക് വലിയ കരുത്താണ് പകരുന്നത്. 2014 തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ന്യൂക്ലിയർ പാക്റ്റുകളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ യുറേനിയം കയറ്റുമതി വലിയ തോതിൽ ലിമിറ്റഡ് ആയിരുന്നു. കാരണം അത് ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പണിലേക്ക് ഉപയോഗിക്കപ്പെടുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം പരിഹരിക്കപ്പെട്ടതിന്റെ സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ളൊരു കയറ്റുമതി എന്ന് പറയുന്ന ഒരു കരാറിലേക്ക് ഒപ്പിട്ടിരിക്കുന്നത്? ഇതിപ്പോ കോൺഗ്രസ് ഒക്കെ പറയുന്നത് ഇത് ഞങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള കുറെ യുറേനിയങ്ങളൊക്കെ കയറ്റുമതി ചെയ്തിട്ടുണ്ട്, അതിന് മോദിക്കോ അല്ലെങ്കിൽ BJPക്കോ ഒന്നും ക്രെഡിറ്റ് നൽകേണ്ടതില്ല എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പൊ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു കരാറിനെ അങ്ങ് വിലയിരുത്തുന്നത്? ഇന്ത്യയുടെ ആണവ നിലയങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫ്യൂവലാണ്, ഇന്ധനമാണ് യുറേനിയം. ആ യുറേനിയം ഇന്ത്യയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഭാവി കാല ആവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണ്. അപ്പോൾ അത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ലോകത്തിലെ യുറേനിയം നിക്ഷേപത്തിന്റെ ഏതാണ്ട് 30%, 28%, ചില കണക്കുകൾ 28 പറയുന്നു. ശരി, എങ്കിലും നമുക്ക് ഒരു 30%-അടുത്ത് ഉള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയുടെ ആണവ വൈദ്യുത ഉൽപാദന നിലയങ്ങൾക്ക് ആവശ്യമുള്ള യുറേനിയം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ പുതുക്കിയ ധാരണാപത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടു. അപ്പോ ആ ഒപ്പിട്ടത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ പേര് അന്തോണി അൽബാനസ് എന്നാണ്. അപ്പോ ഈ ഒരു നടപടി ചരിത്ര പ്രാധാന്യമുള്ളതാണെന്നാണ് ഭരണകക്ഷിയായ BJPയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പറയുന്നത്. പ്രതിപക്ഷ കോൺഗ്രസ് പറയുന്നത് ഇത് പണ്ടേ ഇങ്ങനൊരു കരാർ ഉള്ളതാണ്, മോദിയായിട്ട് ഇതിൽ പ്രത്യേകിച്ച് സംഭാവനകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഒരു പ്രാധാന്യത്തെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനായിട്ട് ഇന്ത്യയിലെ 2 പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയുമായിട്ടുള്ള ഈ കരാറിന് ചരിത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തം. രണ്ടാമത്തെ വിഷയം, ഈ മുൻപ് തന്നെ ഇങ്ങനെ ഒരു കരാർ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. 2014 അന്നത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി, അന്ന് എനിക്ക് തോന്നുന്നു ലേബർ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്, ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ അവർ കൺവിൻസ് ചെയ്തിട്ട് ഇന്ത്യക്ക് യുറേനിയം വിൽക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. പക്ഷെ ചില കാരണങ്ങളാൽ അത് നടപ്പാക്കിയില്ല, ഓപ്പറേഷണലൈസ് ചെയ്തില്ല. അതിന്റെ ഒരു കാരണം, ഓസ്ട്രേലിയക്ക് ഇന്ത്യ ഒരു ആണവശക്തിയുള്ള, അതായത് അണ്വായുധങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയിലേക്ക് യുറേനിയം ഐസോട്ടോപ്പ് 238 ആണ് പ്രകൃതിയിൽ കാണുന്നത്. അതിൽ വളരെ വളരെ ചെറിയ ഒരു അംശം മാത്രമേ ഉള്ളൂ ഫിസൈൽ മെറ്റീരിയലായ, അതായത് ആണവ ആയുധങ്ങളിൽ ഉപയോഗിക്കുന്ന യുറേനിയം 235. ഈ യുറേനിയം 235നെ യുറേനിയം സാധാരണ പ്രകൃതിയിൽ കാണുന്ന 238 നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് എൻറിച്ച്മെന്റ്, അഥവാ മലയാളത്തിൽ സമ്പുഷ്ടീകരണം എന്ന് പറയുന്നു. അപ്പൊ ആ സമ്പുഷ്ടീകരണം നടപ്പാക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയുമുള്ള രാജ്യമായ ഇന്ത്യ ഇത് വഴിതിരിച്ചു വിടും എന്നുള്ള ഒരു ആശങ്കയാണ് ഓസ്ട്രേലിയക്ക് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇന്ത്യ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവെക്കാത്ത രാജ്യമാണ്, NPT. പിന്നെ അത് മാത്രവുമല്ല, ഇന്ത്യയിൽ ഈ മേഖലയിൽ നിക്ഷേപിക്കാൻ, അതായത് ആണവോർജ ഉൽപാദന കേന്ദ്രങ്ങൾ, ഉൽപാദന പ്ലാന്റുകൾ സ്ഥാപിക്കാനായിട്ട് പലരും തയ്യാറായിരുന്നില്ല. മൊത്തം പ്ലാന്റും സർക്കാരിന് സ്ഥാപിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു വർഷം 8.8 ഗീഗാവാട്ട്സ് ന്യൂക്ലിയർ വൈദ്യുതിയാണ്. ഇന്ത്യയുടെ മൊത്തം എല്ലാ ന്യൂക്ലിയർ വൈദ്യുത നിലയങ്ങളും കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇതാണ്. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 2047 100 ഗീഗാവാട്ട് ന്യൂക്ലിയർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നിരന്തരമായിട്ട്
യുറേനിയം ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സപ്ലൈ ചെയ്യാൻ ശേഷിയുള്ള അപൂർവം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. അപ്പൊ തീർച്ചയായിട്ടും ഈ കരാറ് അതിൽ വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അന്ന് ഓസ്ട്രേലിയയുടെ ഈ അവരുടെ ആശങ്കകൾക്ക് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കരാറ് മോദി ചെന്നതിന് ശേഷം ഓപ്പറേഷണലൈസ് ആവാനുള്ള ഒരു കാരണം. അപ്പോ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതില് ഒരു റോൾ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് അത് നിഷേധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓസ്ട്രേലിയയുടെ ആശങ്കകളെ ദൂരീകരിക്കാൻ NPTയിൽ ഒപ്പിടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളത്, അത് തീർച്ചയായിട്ടും അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് നൽകാവുന്നത് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോ ഈ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാം അടിസ്ഥാനമായത് 2008 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഉണ്ടാക്കിയ ഇന്ത്യ US ന്യൂക്ലിയർ എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിനെ തുടർന്നാണ് ഓസ്ട്രേലിയയും ഇന്ത്യയുമായിട്ട് 2014 ഇന്ത്യക്ക് യുറേനിയമായിട്ടുള്ള ഒരു തീരുമാനം ഓസ്ട്രേലിയ കൈക്കൊണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം 2008 ഇന്ത്യ US ന്യൂക്ലിയർ ഡീലാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനമിട്ടത്. ആ ഇന്ത്യ അമേരിക്ക ന്യൂക്ലിയർ സഹകരണത്തെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ UPAക്കുള്ള പിന്തുണ പിൻവലിച്ചത്, കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിച്ചത്. അതൊക്കെ അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. പക്ഷെ പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിലും ഈ മാറിയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ് അന്തർദേശീയ തലത്തിൽ അത് തീർച്ചയായിട്ടും അതിന്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. അക്കാര്യത്തിൽ നമുക്ക് സംശയം ഇല്ല. ഈ 2025 ഇന്ത്യ ഒരു നിയമം പാസാക്കി. ഷാൻറ്റി ആക്ട് എന്നാണ് ആക്ടിന് പറയുന്നത്. ആക്ടിന്റെ പൂർണ്ണരൂപം സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. ആ ഷാൻറ്റി ആക്ട് പ്രകാരം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതുവരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നയങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമാണ്. അങ്ങനെ ആ അടിസ്ഥാന നയങ്ങളിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നിർമ്മിക്കാന് അതിൽ പണം മുടക്കാനും ഒക്കെ വിദേശ രാജ്യങ്ങളും ഒക്കെ തയ്യാറായത്. കമ്പനികൾ സ്വകാര്യ മേഖലയിൽ തയ്യാറായത്. അതുവരെ സർക്കാരിന്റെ മാത്രം നിയന്ത്രണത്തിലായിരുന്നു ഈ ആണവോർജ ഉൽപാദന കേന്ദ്രങ്ങൾ. പക്ഷെ ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്കും അത് നിർമ്മിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ഓപ്പറേഷനലൈസ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ സർക്കാർ തന്നെ ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ എൻറിച്ച്മെന്റ് പ്രോസസ്സ്, ഈ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹെവി വാട്ടർ എന്ന ഒരു തരം വെള്ളമുണ്ട്. അപ്പൊ ആ ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ അധികം വരുന്ന ന്യൂട്രോണുകളെ വലിച്ചെടുക്കാനും അതിന്റെ വേഗത കുറയ്ക്കാനും ഒക്കെ ആയിട്ട്, അങ്ങനെ ഇതിനുള്ളിൽ നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ നിയന്ത്രണ വിധേയമാക്കാനാണ് ഒരു മോഡറേറ്റർ ആണ് ഹെവി വാട്ടർ. ആ മോഡറേറ്റർ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ തന്നെ ആയിരിക്കും. അതില് സ്വകാര്യ മേഖലയ്ക്ക് റോളൊന്നുമില്ല. പിന്നീട് അതായത് യുറേനിയം എൻറിച്ച്മെന്റ്, സ്പെൻഡ് ഫ്യൂവൽ റീപ്രോസസിങ്, ഹെവി വാട്ടർ പ്രൊഡക്ഷന്, അതുപോലെ യുറേനിയം പര്യവേക്ഷണം നടത്താനും ഇന്ത്യയിലെ സ്വകാര്യ മേഖലയ്ക്ക് അനുവാദമില്ല. അപ്പം ഇതൊക്കെ ഇത്തരം നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയ്ക്ക് ഇതിലെ പണം മുടക്കാൻ പറ്റും, ഇതിൽ നിന്നുള്ള ലാഭം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ സപ്ലയർ ഇമ്മ്യൂണിറ്റി. അതായത് ഈ ഒരു സ്വകാര്യ വൈദ്യുത ആണവോർജ നിലയത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണ്, അതിന്റെ നഷ്ടപരിഹാരം ഈ സ്വകാര്യ മേഖല കൊടുക്കുന്നതിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. ബാക്കി സർക്കാർ നൽകും. ബാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ആ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പോ അതിനു മുമ്പ് ഇതൊരു ആശങ്കയായിട്ട് സ്വകാര്യ മേഖലയ്ക്കുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 50,000 കോടി 1,00,000 കോടി രൂപയുടെ ഒക്കെ നഷ്ടപരിഹാരം ഒരു കോടതി വിധിക്കുകയാണെങ്കിൽ അതൊരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതോടുകൂടി ആ കമ്പനി പാപ്പരയാവും. അപ്പോ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ സർക്കാർ തന്നെ ഇടപെടും. പക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ
ഇത്ര വലിയ ഒരു ന്യൂക്ലിയർ അപകടം ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ഈ പറയുന്ന ചെർണോബിലും 3 മൈൽ ഐലൻഡും അല്ലെങ്കിൽ ജപ്പാനിൽ ഉണ്ടായ അപകടവും ഇതൊക്കെ തന്നെ നമ്മൾ മൊത്തം മരണസംഖ്യയൊക്കെ എടുത്തു നോക്കിയാൽ വളരെ ചെറുത്. കേരളത്തിലെ ഒരു പ്രളയത്തിൽ 2019 പ്രളയത്തിൽ 400 പേര് മരിച്ചു. ചെർണോബിൽ അപകടത്തിലൊക്കെ ഒരു 8 പേരൊക്കെയാണ് മരിച്ചത്. പക്ഷേ ഇത് ന്യൂക്ലിയർ അപകടങ്ങൾ ഉണ്ടായാൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരു ഭയം സമൂഹത്തിൽ ന്യൂക്ലിയർ പ്ലാന്റിനെ കുറിച്ചുണ്ട്. അപ്പൊ അത് കാരണമാണ് സ്വകാര്യ മേഖല ഈ രംഗത്തേക്ക് വരാത്തത്. അതുപോലെ തന്നെ പലപ്പോഴും ഇതിന്റെ ഉത്തരവാദിത്വം ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ആരോപിക്കുമായിരുന്നു. അപ്പൊ വിദേശത്തു നിന്ന് തന്നെ ഇന്ത്യക്ക് ഈ യുറേനിയം നൽകാൻ പലരും തയ്യാറായില്ല. കാരണം ഇത് എന്തെങ്കിലും ഒരു കൈപ്പഴ വന്നിട്ട് ഇതിന്റെ ഒരു പ്രത്യാഘാതം അത് താങ്ങാൻ വിദേശ കമ്പനികൾ അങ്ങനെ ആരും തയ്യാറായില്ല. അപ്പൊ അതിലൊക്കെ യുക്തിസഹമായ മാറ്റം വരുത്തി. ഇപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ള ഈ ഷാൻഡി ആക്ട് അനുസരിച്ചുള്ള നിയമം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമമുണ്ട്. ആ നിയമവുമായിട്ട് പൊരുത്തപ്പെടുന്ന നിയമം. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ന്യൂക്ലിയർ അപകടം ഉണ്ടായാൽ അതാത് രാജ്യത്തെ സർക്കാരുകൾക്കാണ് അതിന്റെ നഷ്ടപരിഹാരത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും മുഖ്യമായിട്ടുള്ള ഉത്തരവാദിത്വം. ആ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ നിയമം മാറി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഷാൻഡി ആക്ട് ആണ് ഇന്ത്യക്ക് ഈ ന്യൂക്ലിയർ ഫ്യൂവലായിട്ടുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലായിട്ടുള്ള യുറേനിയം 238 സപ്ലൈ ചെയ്യാനായിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഓസ്ട്രേലിയയെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സർക്കാരിന് അതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. പക്ഷെ നിശ്ചയമായിട്ടും അതിന്റെ ഒരു തുടക്കം UPയുടെ കാലത്താണ് ഉണ്ടായിരുന്നത്. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇനീഷ്യേറ്റീവാണ് വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഷാൻഡി ആക്ട്, അതുപോലെ ഇന്ത്യയുടെ പുതിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്ത്യയുടെ പുതിയ ഒരു ഇമേജ്, പുതിയ ശക്തി, ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നതിനുള്ള ഒരു പ്രേരക ഘടകമായിട്ട് അത് മാറിയിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയുടെ പസഫിക് മഹാസമുദ്രം ഓസ്ട്രേലിയയുടെ ചുറ്റും കിടക്കുന്ന സമുദ്രമാണ്. ആ പസഫിക് മഹാസമുദ്രത്തിലെ ഒരു ശല്യക്കാരനായ ഒരു ദൂരത്തിലാണെങ്കിലും ഒരയൽക്കാരനാണ് ചൈന. ഈ ചൈനയെ നേരിടുന്നതിൽ ഇന്ത്യയെ പോലെയോ ഇന്ത്യക്കാൾ അധികമോ താല്പര്യമുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പൊ ക്വാഡിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് ഓസ്ട്രേലിയ. അമേരിക്കയെക്കാളും ക്വാഡിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ക്വാഡ്രിലാറ്ററൽ അലയൻസ് എന്ന പേരുള്ള ക്വാഡില് ഇന്ത്യൻ നാവികസേനയോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പൊ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഇതും ഈ ക്വാഡിലെ ഒരു ഏറ്റവും പ്രമുഖ ശക്തി ഇന്ത്യയാണ്. ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ പിന്നെ ക്വാഡിന് പ്രസക്തിയില്ല. ഓസ്ട്രേലിയ, ജപ്പാന് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുടെ നാവികസേനയേക്കാൾ എത്രയോ ബലമുള്ള നാവികസേനയാണ് ഇന്ത്യ. ചൈനയോട് യുദ്ധം ചെയ്ത് പരിചയവും പാരമ്പര്യവും ഇന്ത്യക്ക്. അമേരിക്ക പോലും അത് വിലമതിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പ്രീതിപ്പെടുത്താൻ ഓസ്ട്രേലിയ തീരുമാനിക്കുന്നതിന്റെ ഒരു ഘടകം അതാണ്. അപ്പോൾ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തി, ഇന്ത്യയുടെ അന്താരാഷ്ട്ര സമൂഹത്തിലുള്ള ഒരു പൊസിഷനിങ്, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഇപ്പോ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന രാജ്യമായിട്ട് ഓസ്ട്രേലിയ മാറിയിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ വെള്ളക്കാരുടെ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങള് കുടിയേറ്റക്കാർക്ക്, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും വിശാലമായ ഓസ്ട്രേലിയൻ ജനത ഒരു വലിയ അളവിൽ ഇന്ത്യയുടെ സഹകരണം അവർക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ കൂടി പ്രതിഫലനമാണ് ഇപ്പോൾ ഇന്ത്യക്ക് യുറേനിയം വിൽക്കാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് നമ്മുടെ ഈ ന്യൂക്ലിയർ ശേഷിയെ എത്രത്തോളം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പം ഉയരുന്നൊരു ഇത്. നമ്മുടെ ന്യൂക്ലിയർ വെപ്പണിന്റെ ന്യൂക്ലിയർ വെപ്പണും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ന്യൂക്ലിയർ വെപ്പൺ നിർമ്മിക്കാനായിട്ട് ഒരു രാജ്യവും വേറൊരു രാജ്യത്തിന് യുറേനിയം കൊടുക്കില്ല. അതിനായിട്ട് ഉപയോഗിക്കപ്പെടില്ല. ഇന്ത്യയിലും അത്യാവശ്യം യുറേനിയം ഒക്കെ ഉണ്ട്. അതെ, അതിപ്പം ചിലവർ ചോദിക്കുന്ന ഒരു സംശയമാണ് സാർ, അത് ഉപയോഗിക്കില്ല. ഇത് ആ രീതിയിൽ ഉപയോഗിക്കപ്പെടുമെന്ന്, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയക്ക് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഇന്ത്യ അത് അങ്ങനെ ഉപയോഗിക്കില്ല.
ഇന്ത്യയെ സംബന്ധിച്ച് ഇനി അതിന്റെ ആവശ്യവും വരില്ല. കാരണം ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കൽപ്പാക്കത്ത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നിന്നും ഫിസൈൽ മെറ്റീരിയലായ പ്ലൂട്ടോണിയം 239 അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഒരു വർഷം പ്രവർത്തിച്ചാൽ 40 അണ്വായുധങ്ങൾ, അത് ആറ്റം ബോംബാകാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബെന്ന് നമ്മൾ പറയുന്ന ആ പിന്നെ തെർമോ ന്യൂക്ലിയർ ബോംബും ആകും. അപ്പൊ ഈ ബോംബ് 40 ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി ഒരൊറ്റ നിലയത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അത് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ ഒറ്റ വർഷം കൊണ്ട് പറ്റത്തില്ല. അങ്ങനത്തെ 4 ഒരു നിലയം നമ്മുടെ പ്രവർത്തനക്ഷമമായി. അങ്ങനെ 4 നിലയങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അതിന്റെ ഒന്നും ആവശ്യം ഇനി ഇല്ല. തോറിയത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഈ കേരള കടൽ തീരത്തുള്ള കരിമണലിൽ നിന്ന് നമ്മൾ പ്ലൂട്ടോണിയം ഉണ്ടാക്കും. പ്ലൂട്ടോണിയം ഉണ്ടാക്കി അതുകൊണ്ട് നമ്മൾ ബോംബ് ഉണ്ടാക്കും. ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്വന്തം സാധനം, ഫിസൈൽ മെറ്റീരിയൽ നമ്മുടെ കൈവശവും. അതിനെക്കുറിച്ച് അതുകൊണ്ട് ഇപ്പൊ ലോകത്തിന് വലിയ ആശങ്കയൊന്നുമില്ല. ഇന്ത്യക്ക് യുറേനിയം വിറ്റില്ലെങ്കിലും ഇന്ത്യ സ്വന്തമായിട്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും. അതിനുള്ള സാമഗ്രികൾ ഇവിടെ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, അസംസ്കൃത വസ്തുവുണ്ട്. ആ തോറിയത്തിനെ പ്ലൂട്ടോണിയമായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന 2 റിയാക്ടറുള്ള ലോകത്തിലെ 2 രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് പോലും ഇല്ല ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. റഷ്യയ്ക്കും ഇന്ത്യക്കും മാത്രമേ ഉള്ളൂ. അപ്പോ ഇതാണ് അതിന്റെ ഒരു വസ്തുത. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനോട് അനുബന്ധിച്ച് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.